Hi everyone, welcome to iPlus Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ UGC നെറ്റ് സോഷ്യോളജി പേപ്പറിൻ്റെ ഏകദേശം നമ്മൾ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു PYQ ഡിസ്കഷനിലേക്ക് കടക്കാം. PYQ മീൻസ് ലാസ്റ്റ് നടന്ന UGC നെറ്റ് എക്സാം, അതായത് സോഷ്യോളജിയുടെ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നടന്നത് നമുക്ക് ഡിസംബറിലാണ്, 2024 ഡിസംബറിലാണ് ലാസ്റ്റ് സൈക്കിൾ നടന്നത്. സോ ആ ഒരു സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്, അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ പബ്ലിക്കേഷൻ ഓഫ് ഫൂക്കോസ് ബുക്ക് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പം മിഷേൽ ഫൂക്കോയുടെ കുറച്ച് ബുക്കുകളുണ്ട്, ആ ബുക്കുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കാനായിട്ട്, അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. സോ ഞാൻ ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളിലെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ബുക്കുകൾ, ഓരോ സോഷ്യോളജിസ്റ്റുകളുടെയും ബുക്കുകളും നമ്മൾ പഠിക്കണം. അതിനനുസരിച്ച് ആ ബുക്ക് പബ്ലിഷ് ആയ ഇയർ അത് കൃത്യമായി നിങ്ങൾ നോക്കിയിട്ട് പോകണം. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ഈ നെറ്റ് എക്സാമുകളിലെല്ലാം ഈ ക്രോണോളജിക്കൽ ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ട് ചോദ്യം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ മിഷേൽ ഫൂക്കോയുടെ ബുക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഓർഡറിലാക്കാനാണ്. സോ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ആണ്. ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് ദ പ്രിസൺ. സോ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് ദ പ്രിസൺ ഇത്രയും ബുക്കുകളുടെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1975 അത് ഇറങ്ങുന്നത്. ഓക്കെ, ആർക്കിയോളജി ഓഫ് നോളജ് ആൻഡ് ഡിസ്കോഴ്സ് ഓൺ ദ ലാംഗ്വേജ് ഉണ്ട്, മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ഉണ്ട്, ദ ഓർഡർ ഓഫ് തിങ്സ് ആൻഡ് ആർക്കിയോളജി ഓഫ് ഹ്യൂമൻ സയൻസ്, ദ ബർത്ത് ഓഫ് ദ ക്ലിനിക് ഉണ്ട്, ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെന്റ് ഉണ്ട്. ഇത്രയാണ് ബുക്കുകൾ. ഇതിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ഓരോ ബുക്കിൻ്റെയും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിൽ കൂട്ടത്തിൽ ആദ്യം വരുന്നത് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ആണ്. 1961 മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ വരുന്നത്. അതിനുശേഷം വരുന്നത് ദ ബർത്ത് ഓഫ് ദ ക്ലിനിക് ആണ്. 1963 ബർത്ത് ഓഫ് ദ ക്ലിനിക് വരുന്നത്. അതിനുശേഷം ദ ഓർഡർ ഓഫ് ദ തിങ്സ് ആണ് വരുന്നത് 1966. അതിനുശേഷമാണ് ആർക്കിയോളജി ഓഫ് നോളജ് ആൻഡ് ഡിസ്കോഴ്സ് ഓൺ ലാംഗ്വേജ്, അത് 1969 ആൻഡ് ലാസ്റ്റ് ആണ് വരുന്നത് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്, അത് 1975 ആണ്. ഡിസിപ്ലിൻ ആൻഡ് പണിഷ് 1975. ആ ഒരു ഇയർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആയിരിക്കും ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? BDCAE. ഓക്കെ, അപ്പോൾ അതാണോ നോക്കാം, അതാണ്. ഓക്കെ, ദാണ്ട ഇയറും വന്നിട്ടുണ്ട്, ഇയറും കൊടുത്തിട്ടുണ്ട് ഞാൻ. ആർക്കിയോളജി ഓഫ് നോളജ് ആൻഡ് ഡിസ്കോഴ്സ് ഓൺ ലാംഗ്വേജ് 1969, അടുത്തത് 1961, 66, 63, 75. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നോക്കുമ്പോൾ തന്നെ ആൻസർ ഏതാണ്? 3 ആണ്. BDCAE ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ക്ലിയർ ആയേ? ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ്, വാട്ട് ആർ ദ ബേസിക് അസംഷൻസ് ഓഫ് സിവിൽ സൊസൈറ്റി. ഒരു സിവിൽ സൊസൈറ്റിയുടെ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കൂ. A, the civility of civil society, separateness of civil society and the state, intrinsic relationship between civil society and the market, intrinsic relationship between civil society and primordial loyalties, then intrinsic relationship between civil society and democracy. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സിവിൽ സൊസൈറ്റിയുടെ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ദ സിവിലിറ്റി ഓഫ് സിവിൽ സൊസൈറ്റി. അത് സിവിൽ സൊസൈറ്റിയുടെ ഒരു ബേസിക് അസംഷൻ ആണ്. ഓക്കെ, then next, the separateness of civil society and the state. സ്റ്റേറ്റ് സിവിൽ സൊസൈറ്റി തമ്മിലുള്ള ഒരു സെപ്പറേറ്റ്നെസ്, അതും സിവിൽ സൊസൈറ്റിയുടെ ഒരു അസംഷൻസ് ആണ്. ഓക്കെ, then intrinsic relationship between സിവിൽ സൊസൈറ്റി ആൻഡ് മാർക്കറ്റ്, അത് സിവിൽ സൊസൈറ്റിയുടെ അസംഷൻസിൽ വരുന്നതല്ല, ബേസിക് അസംഷൻസിൽ വരുന്നതല്ല. അതുപോലെ തന്നെ ഇൻട്രിൻസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിവിൽ സൊസൈറ്റി ആൻഡ് പ്രൈമോർഡിയൽ ലോയാലിറ്റീസ്, അതും വരുന്നതല്ല. Then next, intrinsic relationship between civil society and democracy. സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, അത് ഇതിൻ്റെ ഒരു ബേസിക് അസംഷൻ ആണ് സിവിൽ സൊസൈറ്റിയുടെ. ഓക്കെ, സോ എയും ബിയും ഇയും ആണ് വരുന്നത്. അത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ. എയും ബിയും ഇയും വരുന്ന ഏതാണ്? ഓപ്ഷൻ 1. അതാണോ നോക്കാം. അതെ, ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആയേ? സോ നിങ്ങളും കൂടെ നോക്കുക, ഓരോ ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക, എന്നിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യോബയോളജി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ഹും. സോഷ്യോബയോളജി ആരാണ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്? ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ഹും. ഓക്കെ, ആരാണെന്ന് നോക്കൂ. ഓപ്ഷൻസ് സോഷ്യോബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വ്യക്തി ആരാണെന്ന് നോക്കൂ.
ഇഒ വിൽസൺ ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇഒ വിൽസൺ ആണ് സോഷ്യോ ബയോളജി. സോ അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. സോഷ്യോ ബയോളജി ഡെവലപ്പ് ചെയ്തത് ഇഒ വിൽസൺ ആണ്. സോഷ്യോ ബയോളജി എന്ന് പറയുന്നത് ഇഒ വിൽസണിൻ്റെ ഒരു ബുക്കും കൂടാണ്. ഇതിൽ ഈ കൺസെപ്റ്റ് സോഷ്യോ ബയോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഇഒ വിൽസൺ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടായി വരുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എവല്യൂഷനും ജെനറ്റിക്സിൻ്റെ കാരണം കൊണ്ടാണ് എന്നുള്ളതാണ്. ആ ഒരു എവല്യൂഷനെ പറ്റിയാണ് ഈ സോഷ്യോ ബയോളജിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആ ഒരു ടേം നിങ്ങൾ ഓർക്കുക, സോഷ്യോ ബയോളജി എന്ന് പറയുന്ന ടേം ഇഒ വിൽസന്റെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ലോജിക്കൽ പ്രോഗ്രഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്ലേസ്ഡ് ബിഫോർ ടു ദ റെസ്പോണ്ടന്റ്. ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് ഒരു റെസ്പോണ്ടന്റിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ടൈപ്പ്, അത് കൃത്യമായ ഒരു ഓർഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സോ എ ഡ്രോൺ ഇൻ ടു ദ ഇന്റർവ്യൂ ബൈ അവേക്കനിങ് ഇൻട്രസ്റ്റ്, ദെൻ brought along from items which are simple to complex, sudden and early request for personal information, smooth transition of frame with no back and forth group, then embarrassing without an opportunity to explain. റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നതാണ്. ഇതിൽ ഏതാണ് റെസ്പോണ്ടന്റ്? ആ ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കുക. ഓർഡറിൽ നോക്കുമ്പം ഫസ്റ്റ് എന്തുമായാലും ഇത് തന്നെയാണ് വരുന്നത്, ഡ്രോൺ ഇൻ ടു ദ ഇന്റർവ്യൂ ബൈ അവേക്കനിങ് ഇൻട്രസ്റ്റ്, ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്രോഡ് അലോങ് ഫ്രം ഐറ്റംസ് വിച്ച് ആർ സിമ്പിൾ ടു കോംപ്ലക്സ്, സിമ്പിൾ ടു കോംപ്ലക്സ് ആ രീതിയിൽ തന്നെ പോവുക. ദെൻ നെക്സ്റ്റ് വരുന്നത് സഡൻ ആൻഡ് ഏർലി റിക്വസ്റ്റ് ഫോർ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ഈ ആണ് അടുത്ത വരുന്നത്. ദെൻ സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് ഫ്രെയിം വിത്ത് നോ ബാക്ക് ആൻഡ് ഫോർത്ത് ഗ്രൂപ്പ്, അത് ലാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് ഫ്രെയിം വിത്ത് നോ ബാക്ക് ആൻഡ് ഫോർത്ത് ഗ്രൂപ്പ്. അപ്പോൾ അതിന് മുമ്പ് വരുന്നതാണ് എംബറാസിംഗ് വിത്തൗട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ. സോ 1 2 3 4 and 5. ഓക്കെ, ലാസ്റ്റ് വൺ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. ABCED, അത് ഓപ്ഷനിൽ വരുന്നുണ്ടോ നോക്കൂ. ABCED തേർഡ് ഓപ്ഷൻ ആണ്. ആൻസർ 3 ആണ് ഇതിൻ്റെ ഒരു ഓർഡർ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ. ഇതാണ് ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്ലേസ്ഡ് ബിഫോർ ടു ദ റെസ്പോണ്ടന്റ്. അതിൻ്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ഓർഡറിലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തഡോളജി ഓറിയന്റേഷൻ പോസ്റ്റ് ഫാക്ടം ജനറലൈസേഷൻ സീക്വൻസിങ് വാസ് ഗിവൺ ബൈ ഹൂം. ഈ ഒരു സീക്വൻസിങ്, മെത്തഡോളജി ഓറിയന്റേഷൻ പോസ്റ്റ് ഫാക്ടം ജനറലൈസേഷൻ, ഈ ഒരു സീക്വൻസിങ് നൽകിയത് ആരാണ് എന്നുള്ളത് തന്നിരിക്കുന്നതിൽ ആരാണ്? റോബർട്ട് മേർട്ടൺ ആണോ, ടാൽകോട്ട് പാഴ്സൺസ്, മാക്സ് വെബർ, ദെൻ ജോർജ് സി ഹോമൻസ്? ഇതിൽ ആരാണ് ഈ ഒരു ഓർഡറിങ് നൽകിയിട്ടുള്ളത്, ഈ ഒരു സീക്വൻസിങ്? ആൻസർ റോബർട്ട് മേർട്ടൺ. റോബർട്ട് മേർട്ടൺ ആണ് ഈ ഒരു സീക്വൻസിങ്. ഏതാണ് സീക്വൻസിങ്? എന്താണ്? മെത്തഡോളജി, ഓറിയന്റേഷൻ, പോസ്റ്റ് ഫാക്ടം ആൻഡ് ജനറലൈസേഷൻ, ഈ ഒരു ഓർഡർ നൽകിയത് റോബർട്ട് മേർട്ടൺ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ആ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് കൃത്യമായിട്ടൊന്ന് നോക്കൂ, നോക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ. ഇതിൽ നമ്മൾ ഇപ്പം ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് ആദ്യം നോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മലിനോസ്കി ഉണ്ട് ആ ഓപ്ഷനിൽ. മലിനോസ്കി നമ്മൾ പഠിച്ചതാണ്, കൃത്യമായിട്ട് പഠിച്ചതാണ്. ഏത്? മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. ഇപ്പോൾ C1 വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 അല്ലേ. ഇപ്പോൾ A4 ഓപ്ഷൻ 2ൽ C1 വരുന്നുണ്ട്. അപ്പം A4 കാസ്റ്റിൻ്റെ, ആർ കാസ്റ്റിൻ്റെ ഏതാണ്? A4 ഒറിജിൻ ഓഫ് റിലീജിയൻസ്. ദെൻ R.S. ലോവിയുടെ ആണ് പ്രിമിറ്റീവ് റിലീജിയൻ. മലിനോസ്കിയുടെ മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ. ദെൻ ഫൈനലി വരുന്നത് R.R. മാരറ്റിൻ്റെ ദ ത്രെഷോൾഡ് ഓഫ് റിലീജിയൻ. ഇതായിരിക്കും ഓപ്ഷൻ. അപ്പം ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മേ ബി നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അവരുടെ വർക്കുമായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഫൈൻ. Then next is the use of communicative power as well as material class struggles as being central to the overthrow of capitalism. Who associates with this statement? The use of communicative power as well as material class struggles as being central to the overthrow of capitalism. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? നിങ്ങൾ ഈ ക്യാപിറ്റലിസം കണ്ടുകൊണ്ട് കാൾ മാക്സ് കയറി ഓപ്ഷനിൽ എടുക്കരുത്. ആ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദ യൂസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് പവർ, കമ്മ്യൂണിക്കേറ്റീവ് പവറിൻ്റെ യൂസിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞത്. The use of communicative power as well as material class struggles
ആസ് ബീങ് സെൻട്രൽ ടു ദ ഓവർത്രോ ഓഫ് ക്യാപിറ്റലിസം. ഓവർത്രോ ഓഫ് ക്യാപിറ്റലിസത്തിന്റെ സെൻട്രൽ പാർട്ടായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം ദ യൂസ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് പവർ ആണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് മെറ്റീരിയൽ ക്ലാസ് സ്ട്രഗിൾസ് ആണെന്ന് പറഞ്ഞത് ഇതിൽ ആരാണ്? കാർൽ മാർക്സ് അല്ല. ഓക്കെ, ആൻസർ അന്റോണിയോ ഗ്രാംഷി ആണ്. ഓക്കെ, അദ്ദേഹമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇത് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. ഇതിൽ ക്യാപിറ്റലിസം ഉണ്ട്, ക്ലാസ് സ്ട്രഗിൾ, മെറ്റീരിയൽ ക്ലാസ് സ്ട്രഗിൾസ്, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാർൽ മാർക്സിൽ കയറി ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ അന്റോണിയോ ഗ്രാംഷിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഓക്കെ, then which theory suggests that the structure and action are necessarily related to each other and are not opposites? ഇതിൽ ഏത് തിയറിയാണ് പറയുന്നത്? എന്ത്? the structure and action are necessarily related to each other and are not opposites. സ്ട്രക്ചറും ആക്ഷനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഇതിൽ ഏത് തിയറിയാണ് പറയുന്നത്? സ്ട്രക്ചറലിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, സ്ട്രക്ചറേഷൻ, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഏതാണ്? സിമ്പിൾ ആൻസർ ആണ്, സ്ട്രക്ചറേഷൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സ്ട്രക്ചറേഷൻ ആണ് ഇതിന്റെ ആൻസർ. കാരണം എന്താണ്? സ്ട്രക്ചറലിസം അല്ല. സ്ട്രക്ചറൽ ഫങ്ഷണലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസം ഒന്നും ഇതല്ല, അതിന്റെ ഡെഫിനിഷൻ അല്ല ഇതല്ല. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാണ്. അപ്പൊ സ്ട്രക്ചറേഷൻ ആണ് എന്ത് പറയുന്നത്? സ്ട്രക്ചറും ആക്ഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത് സ്ട്രക്ചറേഷനിലാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു സ്ട്രക്ചറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് സ്ട്രക്ചറേഷൻ പറയുന്നത്? ഗിഡൻസ് ആണ്. ഓക്കെ, ആന്റോണി ഗിഡൻസ് ആണ് സ്ട്രക്ചറേഷൻ പറയുന്നത്. അതും കൂടെ ഇതുമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, who defined joint family as a group of people who generally live under one roof, who eat food cooked in one kitchen, who hold property in common, participate in common family worship and are related to one another as some particular type of kindred? ഇതിൽ ആരാണ് ജോയിന്റ് ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തത്? ആരാണ്? ഐരാവതി കാർവെയാണ് ഈ പറയുന്ന ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് കൊടുത്തത്. ഓക്കെ, ജോയിന്റ് ഫാമിലിയെ പറ്റിയുള്ള ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ. Then next, who differentiated city as parasite and generative? സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പാരസൈറ്റ്, ജനറേറ്റീവ് ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചത്. പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് എഫക്ട് ഓൺ എക്കോണമിക് ഗ്രോത്ത്, അതുപോലെ ജനറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സ് ആസ് എ സെന്റർ ഓഫ് ചേഞ്ച് ആൻഡ് സ്റ്റിമുലേറ്റ്സ് എക്കോണമിക് ഗ്രോത്ത്. ഇങ്ങനെ സിറ്റിയെ രണ്ടായിട്ട് തിരിച്ചത് ഇതിൽ ആരാണ്? പാർക്ക് ആൻഡ് ബർഗേഴ്സ് ആണോ, എ ജി ഫ്രാങ്ക് ആണോ, ഹോസലിറ്റ്സ് ആണോ, ആർ കെ മുഖർജി ആണോ? ഹോസലിറ്റ്സ് ആണ് ഈ പറയുന്ന സിറ്റിയെ. ഹോസലിറ്റ്സ്, ആ വാക്ക് തന്നെ നിങ്ങൾ ഓർത്തോ, ഹോസലിറ്റ്സ് ആണ് പാരസൈറ്റ് അതുപോലെ തന്നെ ജനറേറ്റീവ് എന്നുള്ള രീതിയിൽ സിറ്റിയെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, സോ ആൻസർ ഈസ് ഹോസലിറ്റ്സ്. സോ ഇത്രയുമാണ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിലൂടെ തന്നെ നിങ്ങൾ പോകണം. കാരണം ഓരോ ഇപ്പോൾ ഒരു തിയറി തന്നിട്ട് ഈ തിയറി ഇതാരാണ് പറയുന്നത് 4 ഓപ്ഷൻ തരും. ഓക്കെ, അതിൽ ഒരു ഓപ്ഷൻ അതിൻ്റെ ആൻസർ ആണ്. ബാക്കി 3 ഓപ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അവരുടെ തിയറിയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.